Start the whistles. കഴിഞ്ഞ 18 വർഷങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്ഷനിൽ ടീമിനെ പരുവപ്പെടുത്തിയത് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ വെച്ചായിരുന്നു. അതിൽ ഏജ് ഒരു പ്രശ്നമായി CSK കണ്ടിരുന്നേയില്ല. പക്ഷേ 2028 ടീം പരുവപ്പെടുത്തിയിരിക്കുന്നത് ഇന്നുവരെ കാണാത്ത രീതിയിലും ഭാവി താരങ്ങളെയാണ് CSK കൂടുതൽ പണം ചെലവഴിച്ച് ടീമിലെത്തിച്ചിരിക്കുന്നത്. ഓപ്ഷന്റെ തുടക്കഘട്ടത്തിൽ CSK ടീമിലെത്തിക്കും എന്ന് കരുതിയ പലരുടെയും പേരുകൾ മുൻപോട്ട് വന്നപ്പോൾ ചെന്നൈ അനങ്ങിയില്ല. ആദ്യം ടീമിലെത്തിക്കാൻ നോക്കിയത് പക്ഷേ കാമറൂൺ ഗ്രീനിനെയാണ്. ഈ നീക്കം ഒരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ഈ നീക്കത്തിൽ KKR ചെന്നൈക്ക് മുകളിലൂടെ ഗ്രീനിനെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് വളരെ പ്ലാൻഡായി ഭാവി താരങ്ങളെ ടീമിലെത്തിക്കുന്ന ചെന്നൈയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മുൻകാലങ്ങളിൽ എക്സ്പീരിയൻസ് താരങ്ങളെ വാങ്ങിക്കൂട്ടിയ ചെന്നൈയുടെ തന്ത്രങ്ങൾ മറ്റു ടീമുകൾ ഏറ്റെടുത്തപ്പോൾ ചെന്നൈ കളം മാറ്റി കളിച്ചു. 28,40,00,000 ടീമിലെത്തിച്ചത് 2 അൺക്യാപ്ഡ് താരങ്ങളെയാണ്. IPL ഇതിഹാസത്തിൽ ഇങ്ങനെ ഒരു നീക്കം മുൻപ് കണ്ടിട്ടേയില്ല. 2008 ഒരു മികച്ച നീക്കത്തിലൂടെ ജഡേജയെ ടീമിലെത്തിച്ചപ്പോൾ ആരാധകരും നിരൂപകരും ഇയാൾ ആര് എന്ന് നെറ്റിയുടിച്ചിരുന്നു. പക്ഷേ പിന്നീട് കണ്ടത് ചരിത്രമാണ്. അതേ ജോണിലുള്ള ഒരു താരമാണ് 20 വയസ്സ് മാത്രം പ്രായമുള്ള പ്രശാന്ത് വീർ. പവർ ഹിറ്റിംഗ് എബിലിറ്റിയുള്ള ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർ, ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ബോളർ, മികച്ച ഫീൽഡറും കൂടിയാണ് പ്രശാന്ത് വീർ. 19 വയസ്സ് മാത്രമുള്ള കാർത്തിക് ശർമ്മയാണ് 14,20,00,000 ചെന്നൈ ടീമിലെത്തിച്ച മറ്റൊരു താരം. കഴിഞ്ഞ മാസം കെവിൻ പീറ്റേഴ്സൺ ഇന്ത്യയിൽ വെച്ച് ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ ഈ കാർത്തിക് ശർമ്മയുടെ ബാറ്റിംഗ് കണ്ട് അത്ഭുതപ്പെട്ട് ആരടാ ഇവൻ എന്ന രീതിയിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. മുഷ്താഖ് അലി ട്രോഫിയിൽ നിന്നും വെറും 10 കളികളിൽ 28 സിക്സറുകളാണ് കാർത്തിക് ശർമ്മ പറത്തിയത്. മാത്രമല്ല രഞ്ജി ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറിയും വിജയ് ഹസാരെ ട്രോഫിയിൽ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറിയും നേടി വരവ് തെളിയിക്കുന്നു. നേരത്തെ തന്നെ സഞ്ജു ഉൾപ്പെടെ 2 വിക്കറ്റ് കീപ്പർമാർ ഉണ്ടായിരുന്നിട്ടും എന്തിനാകും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ കാർത്തിക് ശർമ്മയെ ഇത്ര വലിയ തുകയ്ക്ക് ടീമിലെത്തിച്ചത്? അത് ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ക്ലീൻ ഹിറ്റർ, ഫിനിഷർ റോളിൽ അവസാന ഓവറുകളിൽ കടന്നാക്രമിക്കുന്ന രീതി, വളരെ ശാന്തമായി പ്രഷർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ധോനിയുടെ പകരക്കാരൻ എന്നതിലേക്കാണ്. ഇവരെ കൂടാതെ ചെന്നൈ ടീമിലെത്തിച്ച മറ്റു താരങ്ങളെ കൂടി നമുക്ക് നോക്കാം. നൂർ അഹമ്മദിനൊപ്പം സ്പിൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നതിനായി പ്രധാനമായും ടീമിലെത്തിച്ചത് രാഹുൽ ചഹാറിനെയാണ്. വെസ്റ്റ് ഇന്ത്യൻ സ്പിന്നറായ അഖിൽ ഹുസൈനെയും ചെന്നൈ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ബോളറിനെ ആവശ്യമായിരുന്ന ചെന്നൈ ഈ റോൾ നിർവഹിക്കാൻ ടീമിലെത്തിച്ചത് ന്യൂസിലൻഡ് ഫാസ്റ്റ് ബോളറായ മാറ്റ് ഹെൻറിയാണ്. ഡെത്ത് ഓവറുകളിൽ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനുള്ള തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ് മാറ്റ് ഹെൻറി. പിന്നീട് പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു നീക്കം സർഫറാസ് ഖാനെ ടീമിലെത്തിച്ചതാണ്. സർഫറാസ് ഖാനെ കൂടി ടീമിലെത്തിച്ചതോടെ BCCI തഴയുന്ന 2 കളിക്കാരും ചെന്നൈയിൽ തന്നെ വന്നിരിക്കുന്നു. സർഫറാസ് ഖാനും സഞ്ജു സാംസൺ. നമുക്കിനി ചെന്നൈയുടെ ഫസ്റ്റ് 11 ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇന്ത്യയുടെ യങ് സെൻസേഷനായ ആയുഷ് മിത്രയായിരിക്കും ഗെയ്ക്വാഡിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ. 3-ാം നമ്പറിൽ ഉറപ്പായും സഞ്ജു സാംസൺ സ്ഥാനം പിടിക്കും. 4-ാം സ്ഥാനത്ത് പവർ ഹിറ്ററായ കാർത്തിക് ശർമ്മയും സ്ഥാനം പിടിച്ചേക്കാം. 5-ാം സ്ഥാനത്ത് മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാരെ കടന്നാക്രമിക്കുന്ന ശിവൻ ദുബെ ആയിരിക്കും ഉണ്ടാവുക. 6-ാം സ്ഥാനത്ത് ബ്രാവിസ്. ജഡേജ കളിച്ചിരുന്ന 7-ാം സ്ഥാനം ഉറപ്പായും പ്രശാന്ത് വീറാകും ഉണ്ടാവുക. അതിനുശേഷം 8-ാം സ്ഥാനത്ത് മഹേന്ദ്ര സിംഗ് ധോനി. ഇതോടെ ബാറ്റിംഗിൽ ചെന്നൈ ഒരു ഫുൾ പവർ ഹൗസ് എന്ന് തന്നെ പറയാം. സ്പിൻ ബോളർമാരായി പ്രശാന്തിനൊപ്പം 9-ാം സ്ഥാനത്ത് നൂർ അഹമ്മദ് ഉണ്ടാകും. പേസ് നിര കൈകാര്യം ചെയ്യാൻ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറായ നഥാൻ ഏലിസിനൊപ്പം ഖലീൽ അഹമ്മദും ഉണ്ടാകും. ധോനിയുടെ നേതൃത്വത്തിൽ ബൗളിംഗ് നിരയും വളരെ ഭദ്രമാണ്. ഏതാണ്ട് പൂർണ്ണമായും യങ് പവർ ഹിറ്റിംഗ് പ്ലേയേഴ്സിനെ കൊണ്ട് സമ്പന്നമാണ് ഇത്തവണ ചെന്നൈ. മറ്റൊരു പ്രധാന ഘടകം ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും തകർപ്പൻ ഫീൽഡിംഗ് എബിലിറ്റി ഉള്ളവരാണ്. വിക്കറ്റിന് പിന്നിൽ ധോനി എന്ന പേര് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ക്യാപ്റ്റൻ ആരായാലും തന്ത്രങ്ങൾ മെനയാൻ ചാണക്യനായി വിക്കറ്റിന് പിന്നിൽ ധോനിയും ചുറ്റും ചുറുചുറുക്കുള്ള യങ് പ്രതിഭ. ഉറപ്പായും തീ പാറിക്കാൻ Chennai Super Kings